കോൺസലാത്ത കിൻഡർഗാർഡൻ. പാവപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് അടിസ്ഥാന വിദ്യാഭ്യാസം നൽകുന്നതിനോടൊപ്പം ഫാമിലി അപ്പസ്തോലേറ്റ് എന്ന ലക്ഷ്യത്തോടെ 2003 സ്ഥാപിതമായതാണ് കോൺസലാത്ത കിൻഡർഗാർഡൻ. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം അനാഥമാക്കപ്പെട്ട കുഞ്ഞുങ്ങളുടെ സംരക്ഷണത്തിനും വളർച്ചയ്ക്കും വേണ്ടി ഇറ്റലിയിൽ സ്ഥാപിക്കപ്പെട്ട സന്യാസ സമൂഹമാണ് കോൺസലാത്ത സിസ്റ്റേഴ്സ്. അതുകൊണ്ടുതന്നെ ഈ സ്ഥാപനം കുമ്പളങ്ങി എന്ന ഗ്രാമത്തിൽ അവിടുത്തെ കുഞ്ഞുങ്ങളുടെ ആരംഭദശയിലുള്ള വളർച്ചയിലും വിദ്യാഭ്യാസത്തിലും 2 പതിറ്റാണ്ടുകളായി തങ്ങളുടെ നിസ്വാർത്ഥ സേവനം അർപ്പിച്ചു പോരുന്നു. കുട്ടികളുടെ കലാപരമായ കഴിവുകൾ പ്രോത്സാഹിപ്പിച്ച് അവസരങ്ങൾ നൽകി സന്തുഷ്ടവും നിർമ്മലവുമായ മനസ്സൊരുക്കുന്നതിലും ഈ സ്ഥാപനം ശ്രദ്ധ ചെലുത്തുന്നു. ഒപ്പം അവരുടെ കുടുംബങ്ങളിലേക്ക് കടന്നു ചെന്ന് അവർക്കായി ബോധന ക്ലാസുകൾ നൽകിക്കൊണ്ട് അവരുടെ വീടിൻ്റെയും സമൂഹത്തിൻ്റെയും ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് കോൺസലാത്ത സിസ്റ്റേഴ്സും അവരുടെ കിൻഡർഗാർഡനും. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. കുമ്പളങ്ങി കോൺസലാത്ത കിൻഡർഗാർഡനിലെ മിടുക്കന്മാരായ LKG UKGയിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളാണ് നിങ്ങളുടെ മുൻപിലായിരിക്കുന്നത്. ഞങ്ങളുടെ കോൺസലാത്ത കിൻഡർഗാർഡനിൽ 60-ലേറെ കുട്ടികൾ പഠിക്കുന്നുണ്ട്. അവരിൽ ഏതാനും ചിലർ ഇവിടെ പ്രസൻ്റ് ആണ്. കുഞ്ഞുങ്ങൾ എൻ്റെ അടുക്കൽ വരട്ടെ, അവരെ തടയേണ്ട എന്ന് ഈശോനാഥൻ അരുളി ചെയ്തതുപോലെ അവരുടെ നിഷ്കളങ്കതയും അവരുടെ ലാളിത്യവും നമുക്കും പിന്തുടരാം. നമുക്കായി അവർ ഒരുക്കിയിരിക്കുന്ന പാട്ടുകളും കഥകളും നമുക്കിപ്പോൾ ആസ്വദിക്കാം. ചാക്കോ, എന്തൊക്കെ പാട്ടാ പഠിച്ചിരിക്കുന്നേ? എന്ത് പാട്ടാ? പാട്ട് പാടാവോ? ഇപ്പോ ഒന്ന് പാടി, നല്ല ഉച്ചത്തിൽ പാടണേ. കൂടെ കളിക്കാൻ വാവാ, കുഞ്ഞിക്കരളിലുള്ളിൽ സ്നേഹം നിറച്ചു തരാം. ഈശോ നീ ഒന്ന് വാവാ, കൂടെ കളിക്കാൻ വാവാ. ഈശോയെ നീ ഒന്ന് വാവാ, കൂടെ കളിക്കാൻ വാവാ. ഇത്ര അറിയുള്ളൂ? ഇനി അറിയോ? നന്നായിട്ട് പാടി കേട്ടോ. അപ്പൊ ചാക്കോയ്ക്ക് ഒരു കൈയടി കൊടുക്കാം നമുക്ക്. കൈയടിക്ക്. നന്നായിട്ട് പാടിയില്ലേ ചാക്കോ? ഇവ എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ? കഥയാണോ പാട്ടാണോ? എന്താ പഠിച്ചിരിക്കുന്നത്? എന്ത് പാട്ടാ പഠിച്ചിരിക്കുന്നേ? നല്ല എനർജറ്റിക് ആയിട്ട് പാടിയേ. എങ്ങനെയാ പാടുന്നേ? ആക്ഷനൊക്കെ അറിയോ അതിന്റെ? എന്നാ ഒന്ന് പാടിയേ. യേശു തരും ആനന്ദം, സ്വർഗീയാനന്ദം. യേശു തരും ആനന്ദം, ഇല്ല ആനന്ദം. ആർക്കു വേണം, ആർക്കു വേണം, ആർക്കതു വേണം. ആർക്കു വേണം, ആർക്കു വേണം, ആർക്കതു വേണം. യേശുവിനെ നോക്കിടുമ്പോ അവനരികിടും. യേശുവിനെ നോക്കിടുമ്പോ അവനരികിടും. നന്നായിട്ട് പാടിയല്ലേ ഈവാ? നിങ്ങൾ ഏത് സ്കൂളിലാ പഠിക്കണേ? ഏത് സ്കൂൾ? കോൺസലാത്ത കിൻഡർഗാർഡൻ. ആ, അപ്പൊ കോൺസലാത്തയില് എന്തൊക്കെ പാട്ടാ പഠിപ്പിച്ചിരിക്കുന്നേ? റൈംസ് എന്തൊക്കെയാ പഠിപ്പിച്ചേക്കണേ? ഏത് റൈംസാ പഠിപ്പിച്ചേക്കണേ? ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ അറിയോ? അബീനൊക്കെ ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ അറിയോ? ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ അറിയില്ല? എഴുതാൻ അറിയോ? എന്നൊന്ന് പാടിയ ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ, how I wonder what you are. Up above vast sky, like a diamond in the sky. എയ്ഡൻ നന്നായിട്ട് പാടിട്ടോ. ആരാ പഠിപ്പിച്ചു തന്നേ ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ? പപ്പയാണോ പഠിപ്പിച്ചേ? പപ്പയും പഠിപ്പിച്ചിട്ടുണ്ട് വീട്ടില്. ഇനി ആൻമേരി എന്ത് പാട്ടാ പാടണേ?
പാട്ടാണോ കഥയാണോ? പാട്ട്. പാട്ട്. നല്ല ഉച്ചത്തിൽ പാടുവോ? നന്നായിട്ട് പാടിയെന്നാ പാടിക്കോ. ജിങ്കുവിൻ പാടുവിൻ ആടിപ്പാടേ ദൈവം നമ്മോടൊപ്പമുണ്ട്, ദൈവം നമ്മോടൊപ്പമുണ്ട്. ആരാച്ചന് തന്നടൻ ദൈവം, ആരമ്മന് തന്നടൻ ദൈവം, ആരാ കുഞ്ഞിന് തന്നടൻ ദൈവം. ജിങ്കുവിൻ പാടുവിൻ ആടിപ്പാടേ ദൈവം നമ്മോടൊപ്പമുണ്ട്, ദൈവം നമ്മോടൊപ്പമുണ്ട്. കഴിഞ്ഞോ? നന്നായിട്ട് പാടിയല്ലോ. നല്ല പാട്ടായിരുന്നില്ലേ? ആൻമേരി പാടിയ പാട്ട് ശ്രദ്ധിച്ചോ? എല്ലാരും ശ്രദ്ധിച്ചോ? ചാക്കോ എന്താ പാടിയേ? ചിരിക്കുവിൻ ആ. പാടുവിൻ ആ. ആട്ടിപ്പാടു രസക്കുവിൻ. പിന്നെന്ത് പാടി? പിന്നെ ആര് നമ്മോടൊപ്പം ഉണ്ടെന്നാ പാടിയേ? ഈശോ. ഈശോ നമ്മോടൊപ്പം ഉണ്ടെന്ന് പാടിയല്ലേ? ആരാ അച്ഛനെ തന്നൊക്കെ പാടിയില്ലേ? ഈശോ. ഇനി അബീന എന്ത് പാട്ടാണോ പാടുക? കഥ പറയാനറിയോ? ഇല്ല. പാട്ട് പാടാനറിയാം. എന്നാ ഒന്ന് പാടുവോ? ഈശോന്റെ പാട്ട് തന്നെയാണോ പാടുന്നേ? ഈശോന്റെ പാട്ട് പാടിക്കോ. യേശുതരും ആനന്ദം അത് സ്വകി ആനന്ദം, യേശുതരും ആനന്ദം അതില്ലാത്ത ആനന്ദം. ആർക്ക് വേണം ആർക്ക് വേണം ആർക്കത് വേണം, ആർക്ക് വേണം ആർക്ക് വേണം ആർക്കത് വേണം. യേശുവിനെ നോക്കിടുമ്പോൾ അവനരുളിടും, യേശുവിനെ നോക്കിടുമ്പോൾ അവനരുളിടും. നന്നായിട്ട് പാടി കേട്ടോ അബീന. കയ്യടി കൊടുക്ക്, കയ്യടിക്ക്. ഇനി ഒരു കഥ കേൾക്കാം അല്ലേ? നമുക്ക് കഥ കേൾക്കാൻ ഇഷ്ടാണോ? അറിയോ? കഥകൾ അറിയോ? കഥ അറിയില്ല. ഇവക്കറിയോ? കഥകൾ അറിയോ? ഇല്ല. അപ്പൊ ഇനി അമ്മയോടൊക്കെ ചോദിക്കോ വീട്ടില് കഥ പറഞ്ഞു തരാൻ? എയ്ഡൻ അറിയോ? കഥ അറിയോ? എന്ത് കഥ അറിയാവുന്നേ? ഈശോന്റെ കഥ അറിയാം. എന്നാ ഒന്ന് പറഞ്ഞു തരുമോ ഞങ്ങൾക്ക്? എന്ന് പറഞ്ഞേ. എന്റെ പേരാണ് എയ്ഡൻ ജോയി ജോസഫ്. കാനായില് ഒരു കല്യാണം വിടുന്നു. അപ്പ ഈശോനെയും ശിഷ്യന്മാരെയും കൂടി വിളിച്ചായിരുന്നു. ഈശോന്റെ അമ്മേനെ കണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പ വിരുന്ന് തുടങ്ങി. അപ്പോൾ വിരുന്ന് തുടങ്ങിയപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അവര് വീൺ തീർന്നു പോയി. അപ്പം മാതാവ് ഈശോനോട് പറഞ്ഞു അവരെ വീൺ തീർന്നു പോയി. അങ്ങനെ പറഞ്ഞിട്ട് ഈശോ പറഞ്ഞ് അപ്പം നിനക്കും എനിക്കും എന്തെന്ന് ഈശോ പറഞ്ഞു. എന്നിട്ട് ഈശോ അവരോട് കൽഭരണീസുകൾ കണ്ടായിരുന്നു. എന്നിട്ട് അവരോട് പറഞ്ഞ് അതിൽ വെള്ളം നടക്കുമെന്ന് പറഞ്ഞു. എന്നിട്ട് ഈശോ പറഞ്ഞിട്ട് അവരെ 5 കൽഭരണീസുകൾ ഈശോ പറഞ്ഞ് കളിപ്പിച്ചു. അങ്ങനെ എന്നിട്ട് അവര് വെള്ളം നടക്കാൻ പോയി. എന്നിട്ട് അവര് വെള്ളം നിറച്ചിട്ട് ഒരു കരുവഴക്കാരെ കൊണ്ടേ കൊടുത്തു. എന്നിട്ട് കരുവഴക്കാരെ രുചിച്ച് നോക്കിയപ്പോൾ അത് വീണായി മാറി. എയ്ഡൻ നന്നായിട്ട് കഥ പറഞ്ഞല്ലേ? നിങ്ങൾ എല്ലാവരും ഓരോ പാട്ടൊക്കെ പാടി കഥകളൊക്കെ പറഞ്ഞു നല്ല കുട്ടികളായിട്ട്. അപ്പൊ സിസ്റ്റർ ഒരു പാട്ട് പഠിപ്പിച്ചു തരട്ടെ? ഒരു ഇംഗ്ലീഷ് പാട്ട്. ബൈബിൾ എന്താണെന്ന് അറിയാവോ? വീട്ടിലുണ്ടോ? നിങ്ങളുടെ വീട്ടിലുണ്ടോ? ബൈബിൾ ഉണ്ടോ? എല്ലാവരുടെയും വീട്ടിലുണ്ടോ? ബൈബിളിനെ കുറിച്ച് ഒരു പാട്ട് പഠിപ്പിച്ചു തരട്ടെ? ഒരു ഇംഗ്ലീഷ് പാട്ട്. സിസ്റ്റർ പാടുന്ന അനുസരിച്ചിട്ട് അത് പാടണം കേട്ടോ. പാടില്ലേ? അപ്പോ സിസ്റ്റർ തുടങ്ങട്ടെ. God gave us a special book. The Bible is its name. പഠിപ്പിച്ചു തരട്ടെ ഓരോ വരി? God gave us a special book. ഒന്ന് പറഞ്ഞേ. God പറ. God gave us
God gave us a special book. A special book. The Bible. The Bible. The Bible is its name. The Bible is its name. അപ്പോൾ ഒരുമിച്ച് പാടാം നമുക്ക്. God gave us a special book. The Bible is its name. B-I-B-L-E. 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 The Bible is its name. ഇഷ്ടപ്പെട്ടോ? പാട്ട് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടമായോ? ഈടന് പാട്ട് ഇഷ്ടമായോ? എന്നാ ഒന്നുകൂടി പാടാം. ഒന്നുകൂടി പാടാം ചാക്കോ. God gave us a special book. The Bible is its name. B-I-B-L-E. 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 The Bible is its name. B-I-B-L-E. 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 The Bible is its name. പഠിച്ചല്ലോ വേഗം. ഗുഡ് ഗേൾസ് ആൻഡ് ബോയ്സ് ആണ് കേട്ടോ. വേഗം പഠിച്ചല്ലോ. വീട്ടില് ചാക്കോന്റെ വീട്ടിൽ ആരൊക്കെയല്ലേ? ഡാഡി, മമ്മി മാത്രേ ഉള്ളൂ? അനിയൻ അനിയത്തി ആരാളെ? അനിയത്തി. അനിയത്തി വഴക്കൊക്കെ പിടിക്കോ അനിയത്തിയോട്? ഇല്ല. നല്ല ചേട്ടനാണ്. നല്ല ചേട്ടനാണോ? വഴക്ക് പിടിക്കില്ല? മമ്മി പറയണൊക്കെ അനുസരിക്കും? നല്ല കുട്ടിയാണല്ലേ? ഈവയോ നല്ല കുട്ടിയാണോ? അമ്മ പറയുന്നതൊക്കെ കേൾക്കും? ഈവ ഒറ്റയ്ക്കാണോ വീട്ടില്? അനിയൻ അനിയത്തിക്ക് ഉണ്ടോ? ചേട്ടൻ ആരാളെ? അനിയൻ. തല്ലു പിടിക്കോ അവരോടൊക്കെ? ഇല്ല. ഗുഡ് ഗേൾ ആണ്. ടീച്ചറൊക്കെ പറയുന്നത് കേൾക്കൂലേ സ്കൂളിൽ? നല്ല കുട്ടിയാണല്ലേ? അനുസരണയുള്ള കുട്ടിയാണ്. ഈടൻ അങ്ങനെയാണോ? ഈടൻ ആണോ? വീട്ടിൽ പ്രാർത്ഥനയൊക്കെ ചൊല്ലുമോ? ചൊല്ലും. സ്വർഗസ്നായ പ്രാർത്ഥനയൊക്കെ അറിയോ? ഒന്ന് ചൊല്ലി. അറിയാമോ? ആ ചൊല്ലിക്കോ. മറന്നുപോയി. മറന്നുപോയോ? അബീനൊക്കെ എന്താ അറിയാവുന്നേ? ചുമ വരുന്നോ കുഞ്ഞിനി? റെയിൻ റെയിൻ ഗോയവേ പാടിക്കോ. Rain, rain, go away, come again another day. Little Johnny wants to play. Rain, rain, go away. Rain, rain, go to Spain. Never saw your face again. ഓക്കേ, നന്നായിട്ട് പാടിയില്ലേ? ചാക്കോ ഇതൊക്കെ മറന്നുപോയോ? ചാക്കോ LKG ആണോ UKG ആണോ? LKG. അപ്പൊ എന്തോരം പാട്ടൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് എന്തോറ്റി മറന്നുപോയത്? സൂപ്പറായിട്ട് പാടുന്ന ആളല്ലേ അല്ലേ? വേറെ എന്തെങ്കിലും ഓർമ്മയുണ്ടോ? ഉണ്ടോ? ഇല്ല. എല്ലാം മറന്നുപോയി. ഇപ്പം പാട്ടും കളികളും അവസാനിക്കുന്നില്ല. നമുക്ക് അടുത്ത കൂട്ടുകാരെ കൂടെ വിളിക്കാം. നമ്മുടെ അടുത്ത കൂട്ടുകാരുടെ പാട്ടും കഥകളൊക്കെ കേൾക്കണ്ടേ? കേൾക്കാം അല്ലേ നമുക്ക്? അപ്പം നമുക്ക് അവരെ പോയി വിളിച്ചിട്ട് വരാം. നിങ്ങൾ വിളിച്ചിട്ട് വരുമോ? അവരെ പോയി വിളിച്ചിട്ട് വരണോ കേട്ടോ. ഓക്കെ. നമുക്കൊന്നിച്ചൊരു പാട്ട് പാടാം. ഓക്കെ. ഏത് പാട്ട് പാടാം? പ്രൈസിം പാടാം. ഓക്കെ. Praise Him, praise Him, praise Him in the morning, praise Him in the noontime, praise Him, praise Him, praise Him in the sun goes down. Love Him, love Him in the morning, love Him in the noontime, love Him, love Him, love Him in the sun goes down. അപ്പോൾ നമ്മുടെ അടുത്ത കൂട്ടുകാരെത്തിയിട്ടുണ്ട്. നമുക്ക് അവരുടെ പാട്ടുകളും കഥകളും ഒക്കെ ആസ്വദിക്കാം. ഒപ്പം അതിക്ക് മുമ്പായി നമുക്ക് അവരെ ഓരോരുത്തരെയായി പരിചയപ്പെടാം. മോളുടെ പേരെന്താണ്? അദന. അദനയുടെ വീട് എവിടെയാ? കുമ്പളങ്ങിയിലാണല്ലേ വീട്. എവിടെയാ പഠിക്കുന്നേ? LKG-യില്. ഏത് സിസ്റ്ററിന്റെ ക്ലാസ്സിലാ? മേരി സിസ്റ്ററിന്റെ ക്ലാസ്സിലാണല്ലേ. നല്ല കുട്ടിയാണോ? ഡാൻസും പാട്ടൊക്കെ അറിയോ കുട്ടിക്ക്? എന്താ ഇഷ്ടം? ഡാൻസ് ആണോ ഇഷ്ടം? പാട്ടാണോ ഇഷ്ടം? കഥ പറയാനാണോ ഇഷ്ടം? ഡാൻസ് ആണോ ഇഷ്ടം? ഇപ്പൊ പാട്ട് പഠിച്ചിട്ടുണ്ടോ? ഒരു പാട്ട് ഞങ്ങൾക്ക് വേണ്ടി പാടിത്തരാവോ? എന്നാ ഒന്ന് പാടിയേ.
ചങ്കില ചോര തന്ന് ഞാൻ സ്നേഹിച്ചതെന്റെ യേശു. തീയണയ്ക്കാൻ എന്റെ നെഞ്ചിലെ തീയണയ്ക്കാൻ നെഞ്ച് തുറന്ന് തന്ന് ഞാൻ വീണ്ടെടുത്തന്റെ യേശു. വീണ്ടെടുത്തന്റെ യേശു. അതിനെ നന്നായിട്ട് പാടിയോ? നമുക്കൊരു ക്ലാപ്പ് കൊടുക്കാം. അടുത്ത ആരാണ്? മോന്റെ പേരെന്താ? ആരോൺ. ഫുൾ നെയിം എന്താ? ആരോൺ ആണോ? അതാ മോന്റെ പപ്പയുടെ പേരെന്താ? എബിയപ്പ. മോനെ എവിടെയാ പഠിക്കുന്നേ? കോൺസലാത്തയിലാണോ പഠിക്കുന്നേ? ഏത് സിസ്റ്ററിന്റെ ക്ലാസ്സിലാ? ആര് സിസ്റ്ററിന്റെയാ? ലിൻസ് സിസ്റ്ററിന്റെ ക്ലാസ്സിലാണോ പഠിക്കണേ? പാട്ടൊക്കെ പാടാൻ അറിയോ? ഡാൻസ് ഒക്കെ കളിക്കോ? എന്ത് പാട്ടാ ഇഷ്ടം മോന്? ഇതെങ്ങനെ പഠിച്ചു? പള്ളിയിലൊക്കെ പോവോ ആരോൺ? പോകൂ. ആരെ കൂടെയാ പള്ളിയിൽ പോണേ? പപ്പയുടെ അമ്മയുടെയും കൂടെ പള്ളിയിൽ പോവും. എല്ലാ ദിവസവും പോവോ? എല്ലാ ദിവസവും പോവും. എപ്പോഴെഴുന്നേക്കും ആരോൺ? എത്ര മണിക്ക് എഴുന്നേക്കും രാവിലെ? 5 മണിക്ക് എഴുന്നേക്കോ? 5 മണിക്ക് എഴുന്നേക്കും. അമ്മയുടെ ഒപ്പം എഴുന്നേക്കും. ആണോ? ഗുഡ് ബോയ് ആണല്ലോ. അപ്പൊ റോവാൻ എന്താവാൻ ആഗ്രഹം വലുതാവുമ്പോ? പ്ലെയിൻ ഓടിക്കണം. പ്ലെയിൻ ഓടിക്കണ ആളെ എന്തെന്നാ പറയുന്നേ? പൈലറ്റ് ആവാനാണോ ആഗ്രഹം? അപ്പൊ എന്താ പഠിക്കണ്ടേ? മോൻ അറിയോ അതൊക്കെ? കണ്ടിട്ടുണ്ടോ? പൈലറ്റിനെ കണ്ടിട്ടുണ്ടോ? പൈലറ്റിനെ ഞാൻ കണ്ടിട്ടില്ല. കാണാൻ പോണേണം. പ്ലെയിനിൽ കേറിയിട്ടുണ്ടോ മോൻ? കേറിയിട്ടില്ല. കേറണം. ഇഷ്ടമാണല്ലേ? ഓക്കെ. അപ്പൊ ഇപ്പൊ മോൻ എന്താ നമുക്ക് വേണ്ടി ചെയ്യണേ? പാട്ട് പാടുവോ? അല്ലെങ്കിൽ ഒരു കഥ പറഞ്ഞു തരുമോ? പാട്ട് പാടും. ഓക്കെ, എന്നാ ഒരു പാട്ട് പാടും. Gently down the stream, merrily, 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 life is what a dream. Row, row, row a boat gently down the stream. If you see a crocodile, not to get to scream. കഴിഞ്ഞോ? നന്നായിട്ട് പാടിയല്ലേ? അതിനാ നന്നായിട്ട് പാടിയോ റോവാൻ? കേട്ടോ? എന്താ പാടിയത് റോവാൻ? എന്താ പാടിയേ? എന്നാ മോളും പാടിക്കോ. ഒന്നുകൂടി പാടിക്കോ. കൊച്ചിന് ഇഷ്ടമാണോ ആ പാട്ട്? ആരാ പഠിപ്പിച്ചു തന്നെ പാട്ട്? അമ്മ പഠിപ്പിച്ചു തന്നെയാണോ? എന്നാ ഒന്ന് പാടിയ പാട്ട്. സൂപ്പർ. അത് പാടിയില്ലല്ലേ? എന്നാ നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് പാടിക്കോ. മോൻ അറിയോ? ആരോണിന് അറിയോ? ജോനാസിനും അറിയാം. അന്ന് ഒരുമിച്ച് പാടിക്കോ. പാടും. Gently down the stream, merrily, 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 life is what a dream. Row, row, row a boat gently down the stream. If we see a crocodile, not to get to scream. ഓക്കെ, നന്നായിട്ട് പാടി കേട്ടാ. ഇച്ചിരി എനർജി ആവായിരുന്നല്ലേ? ഇച്ചിരി എനർജി ആവായിരുന്നില്ലേ? ജോനാസ് ഞങ്ങൾക്ക് വേണ്ടി ഒരു കഥ പറഞ്ഞു തരുമോ? നോഹയുടെ ഒക്കെ കഥ അറിയോ കുഞ്ഞിന്? അതല്ല പഠിപ്പിച്ചേക്കുന്നതല്ല. പിന്നെന്താ? അതൊരു പാട്ട് പാടിപ്പോ. കുഞ്ഞു മനസ്സിൻ നൊമ്പരങ്ങൾ ഒപ്പിയെടുക്കാൻ വന്നവന ഈശോയേ, ഈശോയേ, ആശ്വാസം നീയല്ലോ. കുഞ്ഞു മനസ്സിൻ നൊമ്പരങ്ങൾ ഒപ്പിയെടുക്കാൻ വന്നവന ഈശോയേ, ഈശോയേ, ആശ്വാസം നീയല്ലോ. തെറ്റു ചെയ്താലും സ്നേഹിക്കും, നന്മകൾ ചൂണ്ടിക്കാണിക്കും, സ്നേഹത്തിൻ മലത്തെന്ന നല്ല കുഞ്ഞുങ്ങളെ ചേർത്തവനെ നീ വരൂ പൂതിങ്കളായി, നീ വരൂ പൂന്തന്നലായി. കുഞ്ഞുമനസ്സിൻ നൊമ്പരങ്ങൾ ഒപ്പിയെടുക്കാൻ വന്നവന ഈശോയേ, ഈശോയേ,
ആശ്വാസം നീയല്ലോ. ഗുഡ് ബോയ്, നന്നായിട്ട് പാടിയല്ലേ. കുക്ക് ചെയ്യാൻ ആർക്കൊക്കെ അറിയാം? ആണോ? റൊവാൻ അറിയാം. ആരോൺ അറിയാവോ? റൊവാൻ എന്താ കുക്ക് ചെയ്യണേ? അതാ ആ, ചിക്കൻ. ചിക്കൻ എങ്ങനെ എന്തൊക്കെ ചെയ്യും? അതാ ആദ്യം അതിനുവേണ്ടിയുള്ള മസാല റെഡിയാക്കും. ആണോ? ഇതൊക്കെ ആര് പഠിപ്പിച്ചു തന്നു? അതിനുവേണ്ടിയുള്ള മസാല റെഡിയാക്കിയിട്ട് ചിക്കനിൽ പിടിപ്പിച്ചിട്ട് അത് മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ട് എണ്ണ ചൂടാക്കി അതിൻ്റെ ഉള്ളിൽ എടുത്ത് വറുത്തെടുക്കണം. ആണോ? അതാരാ പഠിപ്പിച്ചു തന്നേ? എനിക്കറിയാം. നമുക്ക് ജോനാസിന്റെ കഥ കേൾക്കാം. ജോനാസ് ഞങ്ങൾക്ക് വേണ്ടി ഒരു കഥ പറഞ്ഞു തരുമോ? എന്നാ പറഞ്ഞു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ജോവാനസ് ജോബ്. ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് ധനവാന്റെയും ലാസറിന്റെയും കഥയാണ്. ഒരിടത്ത് ഒരു ധനവാൻ ജീവിച്ചിരുന്നു. അയാൾക്ക് സ്വർണവും കൊട്ടാരം പോലത്തെ വീടും വലിയ സ്വർണങ്ങളും നല്ല വസ്ത്രങ്ങളും കുറേ സ്വർണവും പിന്നെ എല്ലാം ഉണ്ടായിരുന്നു. അയാളുടെ വീടിൻ്റെ വാതിക്ക് ലാസർ എന്നുള്ള ഒരു പാവപ്പെട്ട ആള് കിടന്നു നിന്നേച്ചു. അയാളുടെ മേത്ത് മേത്ത് ശരീരത്തിൽ എന്തുണ്ടായി? വ്രണങ്ങൾ ഉണ്ടായല്ലേ? പുഴുക്കൾ വന്ന് കടിക്കുമായിരുന്നു, നായ്ക്കൾ വന്ന് നക്കുമായിരുന്നു. അപ്പോൾ ലാസർ വിചാരിച്ച് ധനവാന്റെ മേശയിൽ നിന്ന് കിട്ടുന്ന അപ്പക്കഷ്ണമെങ്കിലും കിട്ടിയെങ്കിൽ വിശപ്പടക്കാമെന്ന് ലാസർ വിചാരിച്ചു. എന്നിട്ട് അയാൾക്ക് അതുപോലും കിട്ടിയില്ല. എന്നിട്ട് ഒരു ദിവസം ലാസർ പട്ടിണി കിടന്ന് മരിച്ചു. എന്നിട്ട് അയാളെ മാലാഹമാര് വന്ന് സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി അബ്രഹാമിൻ്റെ മടിയിൽ കിടത്തി. എന്നിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ധനവാനും മരിച്ചുപോയി. ധനവാൻ സ്വർഗത്തിലേക്കല്ല പോയ, നരകത്തിലേക്കാണ് പോയ. അവിടെ തീച്ചൂളയിൽ കിടന്ന് വെന്തുപോയി. അപ്പോൾ മേളിലേക്ക് നോക്കിയപ്പോൾ അബ്രഹാമിൻ്റെ മടിയിൽ ലാസർ കിടക്കണ്. അപ്പോൾ ധനവാൻ എന്ത് ചോദിച്ചു? അബ്രഹാമേ, എന്നിൽ കനിവ് തോന്നണമേ, ആ ലാസറിനെ എൻ്റെ നാവിൽ വെള്ളമൊഴിക്കാൻ ഇത്തിരി വെള്ളം ഒഴിക്കാൻ അയക്കണേന്ന് പറഞ്ഞല്ലേ? അയക്കണമേ. അപ്പൊ അബ്രഹാം എന്ത് പറഞ്ഞു? പിതാവായ അബ്രഹാം എന്ത് പറഞ്ഞു? ധനവാനോട് എന്ത് പറഞ്ഞു? മറന്നുപോയല്ലേ? നന്നായിട്ട് പറഞ്ഞല്ലേ? നിങ്ങളൊക്കെ നല്ല കുട്ടികളായിട്ടിരുന്ന് കേട്ടില്ലേ? കഥ ഇഷ്ടപ്പെട്ടോ? എന്ത് കഥയാ പറഞ്ഞത്? അബ്രഹാമിന്റെ കഥ. പിന്നെ ആരൊക്കെ ഉണ്ടായിരുന്നു അതില്? ധനവാൻ ഉണ്ടായി, പിന്നെ ലാസർ ഉണ്ടായി അല്ലേ? അപ്പൊ എന്താ നമുക്ക് അതിൽ നിന്ന് മനസ്സിലായേ? എന്താ മനസ്സിലായേ? നമ്മളെല്ലാരെയും സഹായിക്കണോ അല്ലേ? അല്ലേ? നമ്മളെല്ലാവരെയും, നമുക്ക് ചുറ്റുമുള്ള എല്ലാവരെയും സഹായിക്കണം അല്ലേ? നമുക്ക് എന്തുണ്ട്, നമ്മൾ മറ്റുള്ളവർക്ക് അത് കൊടുക്കണം അല്ലേ? സഹായിക്കുവോ? റോമാൻ സഹായിക്കാറുണ്ടോ? എങ്ങനെ സഹായിക്കാ? മറന്നുപോയോ? മോൻ സഹായിക്കാറുണ്ടല്ലേ? അപ്പൊ അന്തോണിസുണ്ണികളുടെ പള്ളിയിൽ പോകുമ്പോ അവിടെ ചുറ്റിനിരിക്കണ പാവങ്ങൾക്ക് കാശ് കൊടുക്കും. ആണോ? അത് ആര് പഠിപ്പിച്ചു തന്നു അങ്ങനെ ചെയ്യണമെന്ന്? അതാ അമ്മ പഠിപ്പിച്ചു. അമ്മ പഠിപ്പിച്ചു തന്നല്ലേ? ഓക്കെ, ഗുഡ്. അപ്പൊ എല്ലാരെയും നമ്മൾ സഹായിക്കണം. അപ്പൊ നല്ല കുട്ടികളാണ് നിങ്ങളൊക്കെ കേട്ടോ. ഈ കുഞ്ഞുങ്ങളുടെ നിഷ്കളങ്കമായ കഥകളും പാട്ടുകളൊക്കെ നമ്മൾ ആസ്വദിച്ചു. അവരുടെ ജീവിതത്തിൽ അവരുടെ പാരൻസിനെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യക്തികളാണ് അവരുടെ അധ്യാപകരും. അപ്പൊ നമുക്ക് അവരുടെ അധ്യാപകരെ കൂടെ പരിചയപ്പെടാം. സംഗീതമേ കൈനീട്ടിനങ്ങൾ പ്രാർത്ഥിച്ചതെല്ലാം കവരുന്ന കാരുണ്യമേ, നിന്നെ സ്തുതിച്ചും കണ്ണീർ പൊഴിച്ചും വാഴ്ത്തിടാം ഞങ്ങൾ പ്രഭോ. നിന്നെ എടുത്തി നെഞ്ചിൽ പതിച്ചും പാടിടാം ഞങ്ങൾ പ്രഭോ. ആത്മാവിലെന്നും ആനന്ദമേകും ആലിവിന്റെ സംഗീതമേ,
നീട്ടിരങ്ങൾ പ്രാർത്ഥിച്ചതെല്ലാം കവരുന്ന കാരുണ്യമേ, നിന്നെ സ്തുതിച്ചും കണ്ണീർ പൊഴിച്ചും വാഴ്ത്തിടാം ഞങ്ങൾ പ്രഭോ. നിന്നെ എടുത്തി നെഞ്ചിൽ പതിച്ചും പാടിടാം ഞങ്ങൾ പ്രഭോ. ഞാൻ സിസ്റ്റർ ചിത്ര. ഇവിടെ 4 വർഷമായിട്ട് പ്രിൻസിപ്പളായിട്ട് ജോയിൻ ചെയ്തു, സേവനമനുഷ്ഠിക്കുന്നു. ഞാൻ സിസ്റ്റർ ലിൻസി. 2 വർഷമായിട്ട് നഴ്സറി പഠിപ്പിക്കുകയാണ്. ഞങ്ങളിവിടെ 5 ടീച്ചേഴ്സാണ് കുട്ടികളെ പഠിപ്പിക്കുവാനായിട്ടുള്ളത്. ഞാൻ സിസ്റ്റർ രേഷ്മ. ഞാനിവിടെ 4 വർഷമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ സ്കൂളിൽ 125 കുട്ടികളാണ് പഠിക്കുന്നത്. ഞാൻ സിസ്റ്റർ മേരി. ഞങ്ങൾ ഫോളോ ചെയ്യുന്ന സിലബസ് CBSE സിലബസാണ്. 3 ടൈമായിട്ടാണ് പിള്ളേർക്ക് എക്സാമൊക്കെ നടത്തുന്നത്. ഞാൻ സിസ്റ്റർ ഷോൺസി. ഞാനിവിടെ മ്യൂസിക് ടീച്ചറാണ്. കലാപരമായും കായികപരമായൊക്കെ കുട്ടികൾക്ക് ഒരുപാട് അവസരങ്ങൾ ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുട്ടികളുടെ ഭാഗത്തുനിന്നും നല്ല ക്രിയേറ്റിവിറ്റിയോടുകൂടിയുള്ള പരിപാടികളാണ് അവർ അവതരിപ്പിക്കാറൊക്കെ ഉള്ളത്. ഈ കോൺസലാത്ത കിൻഡർ ഗാർഡനിൽ 125 കുട്ടികളാണ് പഠിക്കുന്നത്. അവരുടെ വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾ മാത്രമല്ല, കലാകായികപരമായിട്ടുള്ള കാര്യങ്ങളും ഒപ്പം അവരുടെ മാതാപിതാക്കളെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടിട്ടാണ് ഇവർ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അതിൻ്റെ ഉദ്ദേശം തന്നെ അവർക്കൊരു ഫാമിലി അറ്റ്മോസ്ഫിയർ നൽകുക എന്നുള്ളതാണ്. അതുവഴി കുടുംബങ്ങളിൽ കൂടി വളർച്ചയുണ്ടാകുവാനും സമൂഹത്തിൻ്റെ വളർച്ചയുമാണ് ഇവർ ആഗ്രഹിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള അനുഗ്രഹം സർവേശ്വരൻ അവർക്ക് നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.